എരിശ്ശേരി ready. Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ്. മത്തനും വൻപയറും ഇട്ടിട്ടുള്ള നമ്മുടെ നാടൻ എരിശ്ശേരി ഓണത്തിനും വിഷുവിനൊക്കെ നിങ്ങൾക്ക് സദ്യ ഉണ്ടാക്കുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമ്മുടെ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഈ വൻപയർ നമുക്ക് വേവിച്ചെടുക്കണം. ഇത് ഞാൻ ഓവർനൈറ്റ് കുതിർത്തു. ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഉപ്പും ചേർത്ത് അതിൻ്റെ കണക്കായിട്ട് വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വേണ്ട. ഇത്രയും ഒഴിച്ച് നമുക്ക് അതിനെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വൻപയർ വേവുന്ന സമയം കൊണ്ട് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മത്തൻ ഇതുപോലെ ക്യൂബ്സായി മുറിച്ചതെടുത്തിടാം. ഞാനിപ്പം ഒരു ചെറിയ കഷ്ണം മത്തനാണ് എടുത്തത്. ഞാനിങ്ങനെ ഒരു കപ്പിലെടുത്ത് ഒന്ന് അളന്ന് നോക്കിയതാണ്, അപ്പോൾ പറയാനുള്ളൊരു എളുപ്പത്തിന്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2.5 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കവർ ചെയ്യണവരേക്കുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ 1 ടീസ്പൂൺ ജീരകം, ഇത്ര ഇട്ടിട്ട് നമുക്കിതിനെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പം വെന്തിട്ടുണ്ടാവും. ഇത് വല്ലാതെ വെന്തടിയാതെ നോക്കണം. നമുക്കൊരു 1/4 വേവാകുമ്പോൾ നമ്മുടെ വൻപയർ ഇതിലേക്ക് ചേർക്കാം. ഈ സമയത്ത് നമുക്കിതിൽ 2 പച്ചമുളക് ഇടാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറും ഇതിലേക്കിടാം. നമ്മൾ എത്ര വൻപയർ എടുത്താലും നമുക്ക് ഏകദേശം ഒരു അളവ്, ഒരു ഐഡിയ കിട്ടാനായിട്ട് ഏകദേശം അതേ അളവിൽ തന്നെ നമ്മൾ മെഷർ ചെയ്താൽ മതി. അതായത് മത്തൻ ഇപ്പം മുറിച്ചെടുത്തപ്പോൾ 2.5 കപ്പായിരുന്നു. ഇപ്പോൾ വേവിച്ച വൻപയറും 2.5 കപ്പ് എന്നുള്ളൊരു കണക്കെടുത്താൽ നമുക്ക് ഏകദേശം കൃത്യമായി കിട്ടും. വൻപയർ കൂടുതൽ ഇടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പം ഞാനിത് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഒരു തള വരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ അരപ്പും ഇവിടെ റെഡിയാണ്. നമുക്ക് നമ്മുടെ അരപ്പിനെ ഇതിലേക്ക് ചേർക്കാം. വളരെ ജെൻറ്റിലായിട്ട് ഇളക്കി കൊടുക്കണം, കാരണം മത്തനൊന്നും ഉടയാതെ നോക്കണം നമ്മൾ. നിങ്ങൾക്ക് നിങ്ങളുടെ എരിശ്ശേരിയിൽ ഇത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ, ഒരു ഒഴിച്ചുകൂട്ടാൻ പോലെ വേണ്ട, തിക്കായിട്ടാണ് വേണ്ടതുണ്ടെങ്കിൽ ആദ്യമേ തന്നെ അതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അരപ്പൊഴിക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇത് ഒരുപാട് നേരമൊന്നും തിളപ്പിക്കേണ്ട കാര്യമില്ല. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് വറുത്തിടാം. ആ ചൂടിൽ തന്നെ അത് വെന്തോളും. ഒന്ന് അടച്ചു വെക്കണമെന്ന് മാത്രം. ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നമ്മുടെ ട്രഡീഷണൽ കറിയായ കാരണം വെളിച്ചെണ്ണയ്ക്കാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടാവും. നമുക്കതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് 2 വലിയ മുളക്, ഉണക്കമുളക്, ഒരു 2 തണ്ട് കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് ഉള്ളി ഒന്ന് ബ്രൗൺ ആവുന്നവരെ അതിനെ വറുത്തെടുക്കാം. വേറൊരു ഓപ്ഷൻ വറവിനായിട്ട് ചെയ്യാനുള്ളത്, ഇതേ സാധനങ്ങൾ ഇട്ടിട്ട് ഉള്ളിക്ക് പകരം നമുക്ക് തേങ്ങ വറുത്തിടാം. തേങ്ങ ആണ് വറുത്തിടുന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങയോളം വേണ്ടി വരും. അപ്പോൾ അതും എരിശ്ശേരിയുടെ വേറൊരു ഓപ്ഷനാണ്. ഏത് വറവ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ നമ്മുടെ എരിശ്ശേരി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.